ലോക്കിനെ പടം കാണാൻ വന്ന് നമ്മൾ ലോക്കായ അവസ്ഥയാണ്. തിയേറ്ററിൽ ലോക്കായിരുന്നു ഉറങ്ങുന്ന അവസ്ഥയായി. ഒരു 3 മണിക്കൂർ നല്ല ഉറങ്ങും, നല്ല സൂപ്പറായിട്ട് ഉറങ്ങും. ശ്രുതി ഹാസന്റെ അഭിനയം സഹിക്കാൻ പറ്റില്ല, ഒട്ടും കൊള്ളത്തില്ല. എന്ന് വെച്ചിട്ട് കൊള്ളില്ല എന്നല്ല കേട്ടോ, ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഇസ് ബാഡ്, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. കൊള്ളാം, അമീർ ഖാനും കൊള്ളാം, പിന്നെ നമ്മളെ നാഗാർജുനയും കൊള്ളാം. ബാക്കിയൊക്കെ അടിപൊളിയാണ്. കൂതറപ്പടം. ഒരു വിന്റേജ് പോർഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയൊന്നും ആ ഒരു ലെവലുണ്ട് എന്ന് പറയാം. എന്തായാലും കൊള്ളാം. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഓവറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോഴത്തെ നെഗറ്റീവ് ചിലർ പറയുന്നുണ്ട്, അത് എന്താണെന്ന് പിടിയില്ല. എല്ലാം നല്ല കഥയാണ്. പല ആർട്ടിസ്റ്റ് നമ്മൾ മോശമെന്ന് വിചാരിച്ച പലരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതി ഹാസനൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് കയ്യിൽ നിന്ന് പോകും, പക്ഷേ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം വർക്കൗട്ടായി, ഞാൻ ഹാപ്പിയാണ്. നമ്മളെ പ്രതീക്ഷ അത്രയൊന്നും ഇല്ല ബ്രോ, എന്ത് പറയാനാണ്. അനിരുദ്ധിൻ്റെ വർക്ക് കൊള്ളായിരുന്നു. പിന്നെ രജനീകാന്തിന് പറയേണ്ട കാര്യമില്ലല്ലോ. ആമിർ ഖാനൊക്കെ വന്ന് കോമഡി പീസായി പോയി. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. എൽസി ഒന്നും പ്രതീക്ഷിച്ചാലും പോകണ്ട, അതൊന്നുമില്ല. ഇന്റർവെൽ പഞ്ച് ഒന്നും കൊള്ളത്തൊന്നുമില്ല. ലൊക്കേഷൻ തള്ളു മാത്രമേ ഉള്ളൂ. അടിപൊളി പടം ബ്രോ, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല പടം, എന്നൊക്കെ നൈസ് ആയിട്ടുണ്ട്. നല്ലായിരുന്നു, നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. നല്ലായിരുന്നു. കൂലി പടം വലിയ കുറച്ച് എക്സ്പെക്ടേഷനിലാണ് വന്നത്. കാരണം ട്രെയിലറൊക്കെ മാസീവായിരുന്നു സാധനം. അതുപോലെ മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറേ ഇഷ്ടപ്പെട്ട് വന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ ജസ്റ്റ് ആവറേജ്. കൂലി കുറച്ച് കൂതറയായിട്ടുണ്ട് പലയിടത്തും. ലോക്കിയുടെ പടം യൂഷ്വലി നമ്മൾ ലോകേഷ് കനകൻ്റെ ആ എക്സ്പെക്ടേഷൻ വരുന്നത്. ആ സ്ക്രീൻ പ്ലേ സോൾഡാണ്. ഇതിൽ പക്ഷേ അത്രയ്ക്കില്ല. പ്ലോട്ട് ഒരുപാടടുത്ത് മിസ്സായിട്ടുണ്ട്. ലോക്കിയുടെ പടം കാണാൻ വന്ന് നമ്മൾ ലോക്കായ അവസ്ഥയാണ്. തിയേറ്ററിൽ ലോക്കായിരുന്നു ഉറങ്ങുന്ന അവസ്ഥയായി. ഒരു എന്താണെന്ന് മനസ്സിലായില്ല. കുറേ പ്ലോട്ട് കൊണ്ടിട്ടാണ്, അതൊന്നും ഒരു കണക്ഷൻ വരുന്നില്ല. പിന്നെ അമീർ ഖാനൊക്കെ വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ലാസ്റ്റ് വന്ന് പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി എന്തോ ചെയ്ത പോലെ, അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. 3 മണിക്കൂർ നല്ല ഉറങ്ങും, നല്ല സൂപ്പറായിട്ട് ഉറങ്ങും. നല്ല കുറേ ഇമോഷണൽ പാസം ഫാമിലി ലെവൽ ഇമോഷൻ ഭയങ്കര. അത് കണക്റ്റ് ആവുന്നില്ല. ഇമോഷൻ കണക്റ്റ് ആയെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് KGF ഇമോഷൻ വരുമ്പോൾ നമ്മളെ ഉള്ളിൽ തട്ട് ചെയ്യുന്നതാണ്. ഇതിലൊന്നും നമ്മുടെ അടുത്ത് ബന്ധിക്കുന്നേ ഇല്ല. അതുകൂടെ ശ്രുതി ഹാസന്റെ അഭിനയം സഹിക്കാൻ പറ്റില്ല, ഒട്ടും കൊള്ളത്തില്ല. ജിയോക്ക് എന്ത് നല്ല പടം. ഇത് എന്തായാലും തീർച്ചയായും പുള്ളിയുടെ പടം എന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ്. ടിപ്പിക്കൽ രജനി പടമായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ കുറച്ച് ലൊക്കേഷൻ വന്ന് കുറച്ച് രജനി വന്ന് എല്ലാം കൂടെ അവിയലായി. ആ ഒരു അവസ്ഥയായി. മൂവി ഓവറോൾ ഐ വുഡ് സേ ഇറ്റ് വാസ് ഓക്കെ. കൊള്ളൂല എന്നല്ല പറയുന്നത്. ബിക്കോസ് രജനി ഫാനായ ഒരാൾ അത് കാണാൻ വരുമ്പം അതിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ സംഭവം ഇതിലില്ല. പക്ഷേ കണ്ടിരിക്കാം. അതായത് ഒരു നോർമൽ കമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷേ ഒരു ഫാനായിട്ട് വന്ന് എക്സ്പെക്ട് ചെയ്ത സംഭവം അതിലില്ലായിരുന്നു. എന്ന് വെച്ചിട്ട് കൊള്ളില്ല എന്നല്ല കേട്ടോ, ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഇസ് ബാഡ്, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. ഓക്കെ എന്നേ ഉള്ളൂ. സംഭവം ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈ മൊമെൻറ്റ്സ് തരുന്നുണ്ടെങ്കിലും ആകപ്പാടെ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് തോന്നിയത്. സിനിമയിൽ ഉടനീളം സൗബിനും രജനീകാന്തിനുമാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് സത്യം പറഞ്ഞ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പം ഈ സിനിമയുടെ തുടക്കം മുതലുള്ള സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് കാര്യങ്ങൾ എല്ലാം ഇൻ്റർവ്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഉള്ള വ്യക്തിക്ക് രചിതാറാം എന്ന നടിക്ക് കുറച്ച് ഒരു അൺഎക്സ്പെക്റ്റഡ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു സിനിമയെക്കുറിച്ച് ഒരു പ്രൊമോഷൻ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ അങ്ങ് റിവീൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്കിപ്പം തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങളിൽ ഒരു ട്വിസ്റ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ ആ പുള്ളിക്കാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് രചിതാറാം. ഇനി അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു മടുപ്പ് തോന്നിയപ്പോഴാണ് ഒരു ഉപേന്ദ്രയുടെ എൻട്രി വരുന്നതും പിന്നെ ആമീർ ഖാൻ അവസാനം വരുന്നത്. ഇവരൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ രീതിയിലൊരു ജീവൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഥയിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓവറോൾ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്.